ഈ ഒരു പ്രതലം കണ്ടേ ഇത് നമ്മൾ ക്ലീൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഏറ്റവും കൂടുതൽ ഒരു വാഹനത്തിൽ അഴുക്കുണ്ടാവുന്ന ഒരു പോർഷനാണ് ഇത്. എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വണ്ടിയുടെ ഇന്റീരിയറിൽ പെട്ടെന്ന് അഴുക്കാവുന്ന ഒരു പ്രശ്നം. ഒരിക്കലും ഈ ഫാബ്രിക് മെറ്റീരിയലുകളിൽ നമ്മൾ ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്യാൻ പാടില്ല. ഹലോ എവരിവൺ, മോജോ ഓട്ടോ കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വണ്ടിയുടെ ഇന്റീരിയറിൽ പെട്ടെന്ന് അഴുക്കാവുന്ന ഒരു പ്രശ്നം. പ്രത്യേകിച്ച് ലെതർ മെറ്റീരിയൽ, റെക്സിൻ മെറ്റീരിയലുകൾ, ഇതൊക്കെയുള്ള വാഹനങ്ങളിൽ പെട്ടെന്ന് അഴുക്കായി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പ്രശ്നം എല്ലാവരും നേരിടാറുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷനുമായിട്ട്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു മൾട്ടി പർപ്പസ് ഫോം ബോട്ടിലിനെയാണ്. അതായത് ഒരുവിധപ്പെട്ട എല്ലാ ഇന്റീരിയർ പാർട്ടുകളും നമുക്ക് ഈ ഒരു ഫോം ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളിവിടെ ഡീറ്റെയിലിങ്ങിനും വാഷിങ്ങിനും ഒക്കെ വരുന്ന വണ്ടികളിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്, ഒരു പ്രൊഡക്റ്റാണിത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്കും ഇനി അപ്രോച്ച് ആണ് എന്നുള്ളത് കൊണ്ട് നമ്മളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. നമ്മൾ ഇതെല്ലാം റീറ്റെയിൽ ആയിട്ട് ഓൾ കേരള ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പൊതുവെ ഇന്നിറങ്ങുന്ന ലക്ഷൂറിയസ് ആയിട്ടുള്ള വാഹനങ്ങളുടെയും അതല്ലാതെ നോൺ ലക്ഷൂറിയസ് ആയിട്ടുള്ള വാഹനങ്ങളുടെയും ഒക്കെ ഇന്റീരിയറിൽ ഇത്തരത്തിലുള്ള ഫൈബറിൽ വൈറ്റ് വരുന്ന എലമെന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് പ്രതലത്തിൽ നമുക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. എന്നിരുന്നാൽ പോലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന്റെ ഉപയോഗം എന്നാണുള്ളത്. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് ഈ ഫോം ബോട്ടിൽ നിന്ന് ഫോം സ്പ്രേ ചെയ്യുക. എന്നതിന് ശേഷം ഒരു 3-4 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. ഇതിന്റെ കൂടെ വരുന്ന ഒരു ബ്രഷാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാം. ഡാഷ്ബോർഡിലാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ സീറ്റിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണിച്ചു തരുന്നതാണ്. എന്തായാലും അത്യാവശ്യം ഏരിയകളൊക്കെ നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ് ഇനി നമുക്ക് ആവശ്യമുള്ളത്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണിത്. ഇത് വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് ഫോമും കാര്യങ്ങളൊക്കെ നമ്മളെ പ്രതലത്തിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. വാഹോ, നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഓൾറെഡി അത്യാവശ്യം ക്ലീൻ ആയിരുന്നു. എന്നാലും നിങ്ങൾക്ക് ഇതിന്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. ഇനി നമുക്ക് ഡോർ പാഡിലേക്ക് പോവാം. ഡോർ പാഡിലും ഇതേപോലെ തന്നെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ കാണാം. പൊതുവെ പാസഞ്ചർ സീറ്റിലും ഡ്രൈവിംഗ് സീറ്റിലും ഒക്കെയാണ് ഡോർ പാഡിൽ അഴുക്ക് ഉണ്ടാവാറുള്ളത്. അപ്പം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്യുക. മെയിനായിട്ട് ഈ ഒരു ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള എലമെന്റ്സിലാണ് ചളി കൂടുതലുള്ളത്. ബ്ലാക്കിലൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മളെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബ്രഷ് തന്നെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഏരിയയിലേക്കും എത്തുന്ന രീതിയിൽ ബ്രഷ് ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം നമ്മുടെ സ്വന്തം മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഇത് വൈപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു പ്രതലം കണ്ടേ ഇത് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. എല്ലാ ഏരിയന്നും ഫോം ക്ലിയർ ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് തിരിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. എല്ലാ വാഹനങ്ങളിലും ഇത്തരത്തിലുള്ള ഒന്ന് കയ്യിലുണ്ടാവുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് യാത്രക്കിടയിലൊക്കെ ഈ ഒരു സംഭവം ഉപയോഗിക്കുക കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ അഴുക്കും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. കുട്ടികളൊക്കെ ചവിട്ടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് എടുക്കാൻ പറ്റും. സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി സ്മെല്ലും ഇതിനുണ്ട്. ഇതാ ഈ ഒരു മൈക്രോ ഫൈബറിൻ്റെ കോലം കണ്ടോ? കംപ്ലീറ്റ് അഴുക്കും കാര്യങ്ങളും നമ്മൾ ഇതിലേക്ക് ഒപ്പി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡ് എത്രത്തോളം നീറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കൂടെ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഈ ഒരു ഇരിക്കുന്ന ഭാഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഏറ്റവും കൂടുതൽ ഒരു വാഹനത്തിൽ അഴുക്കുണ്ടാവുന്ന ഒരു പോർഷനാണിത്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ ഒരു ഡ്രൈവിംഗ് സീറ്റ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മളെ ഫോം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം വളരെ ലൈറ്റായിട്ട് നമ്മുടെ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ആ ഏരിയയിലും നന്നായിട്ടൊന്ന്, അധികം ബലമൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ റെക്സിനോ
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാബ്രിക് മെറ്റീരിയൽ ആണെന്നെങ്കിലും ഒക്കെ നമുക്ക് ഡാമേജ് ചെയ്യാതെ ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നന്നായിട്ട് തുടച്ചെടുക്കുക. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്മെല്ല് ഉണ്ട് കേട്ടോ ഇതിന്. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിൽ എപ്പോഴും നമുക്കൊരു ഫ്രഷ്, ഒരു എയർ ഫ്രഷ്നർ അടിച്ചൊരു ഫീൽ ഈ ഒരു ക്ലീനിങ്ങിന് ശേഷം വാഹനത്തിൽ ഉണ്ടാവും. അതായത് ഒരു ഫ്രഷ്നെസ് നമുക്ക് എപ്പോഴും വാഹനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു ചെറിയ മൾട്ടിപർപ്പസ് ഫോം ബോട്ടിൽ നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നതാണ്. അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഡീറ്റെയിലിംഗ് സെൻറ്ററുകളെയും നമ്മളെ പോലെയുള്ള വാഷിംഗ് സെൻറ്ററുകളെയും ഒക്കെ സമീപിക്കാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. ഇത് നമ്മളൊരു ക്ലീനിങ് ടിപ്പ് എന്നുള്ള നിലക്കാണ് പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഡീറ്റെയിലിംഗ് സെൻറ്ററുകളുള്ള നമ്മൾ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എന്തിനാണ് പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത്. അതായത് ഒരുവിധപ്പെട്ട ക്ലീനിങ് പരിപാടികളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കേസേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെയും ബന്ധപ്പെടാം. അതല്ലാതെ വണ്ടി 1-2 കൊല്ലമായിട്ടുള്ള വണ്ടിയൊന്നും എപ്പോഴും ഡീറ്റെയിൽ ചെയ്ത് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും ഒരുവിധപ്പെട്ട ക്ലീനിങ് പരിപാടികളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇനി നമുക്ക് റൂഫിലെ ഫാബ്രിക് മെറ്റീരിയൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ഇതിന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ബ്രഷ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഫാബ്രിക് മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഹാർഡ് ആയിട്ടുള്ള ബ്രഷൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ നൂല് ഇളകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മൾ റെക്സിലും അല്ലെങ്കിൽ ഫൈബർ പാർട്സിലും ഒന്നും ചെയ്യുന്നത് പോലെ ഇതിൽ ഡയറക്റ്റ് നമ്മൾ ബ്രഷ് ഉപയോഗിക്കാൻ പാടില്ല. കാണിച്ചു തരാം. നന്നായിട്ട് നമ്മളെ ഫോം പ്രതലത്തിൽ ക്ലീൻ ചെയ്യേണ്ട പ്രതലത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് അല്ലെങ്കിൽ 1-2 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൗണ്ട് ചെയ്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രഷിൻ്റെ ആവശ്യമില്ല. നമ്മളെ അഴുക്കും കാര്യങ്ങളൊക്കെ നമ്മളെ മൈക്രോ ഫൈബർ ക്ലോത്തിലേക്ക് ഇങ്ങ് പോരും. ഒരു തരി ഡാമേജ് നമ്മളെ ഫാബ്രിക് മെറ്റീരിയലിട്ട് ഉണ്ടാവുകയില്ല. വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് സെൻറ്ററിൽ നമ്മൾ ഇൻറ്റീരിയർ ക്ലീനിങ്ങിൽ കൊടുത്താൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നൂലൊക്കെ ഇളകി പോന്നിട്ടുണ്ടാവുക. അത് ഇവർ ഈ ഒരു മൈക്രോ ഫൈബർ അല്ലാതെ ബ്രഷൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്താണ്. ഒരിക്കലും ഈ ഫാബ്രിക് മെറ്റീരിയലുകളിൽ നമ്മൾ ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്യാൻ പാടില്ല. അത് ഈ ഫാബ്രിക്കിനെ ഡാമേജ് ചെയ്യും. അതുകൊണ്ട് തന്നെ മൈക്രോ ഫൈബർ ക്ലോത്ത് ഇട്ടിട്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ക്ലീനിങ് പരിപാടികൾ ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ മൾട്ടിപർപ്പസ് ഫോം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കേസേ ഉള്ളൂ. അപ്പോൾ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത്. ഒരുപക്ഷെ അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള വണ്ടിയിലാണ് നമ്മൾ ഈ ഒരു മൾട്ടിപർപ്പസ് ഫോമിന്റെ ഉപയോഗം നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് പോലും ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അഴുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു നല്ല അഴുക്കുള്ള വണ്ടിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തും അതേപോലെ തന്നെ നമ്മളെ മൾട്ടിപർപ്പസ് ഫോമും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റാരുടെയും സഹായം ഇല്ലാതെ ഒരുവിധപ്പെട്ട ക്ലീനിങ് പരിപാടികളൊക്കെ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മൾട്ടിപർപ്പസ് ഫോമിന്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യം നമുക്ക് എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് ഡീറ്റെയിലിംഗ് സംബന്ധമായിട്ടുള്ള കാർ വാഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാർ ക്ലീനിങ് എലമെന്റ്സിനെ കുറിച്ചൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു പ്രൊഡക്റ്റുമായിട്ട്, നല്ല വർക്കുകളായിട്ട് ഇനിയും കാണാം. ഓക്കെ, താങ്ക്